ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരെയും മോർണിംഗ് ക്ലബിലേക്ക് കൃത്യമായി ഞാനും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് നമുക്കറിയാം, വളരെ പ്രധാനമായി നമ്മുടെ മോർണിംഗ് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ഒരു ആശയം ഇത് ഒരുപാട് ആളുകളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് മോർണിംഗ് ക്ലബ്ബ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മോർണിംഗ് ക്ലബ്ബ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആളുകളുടെ എക്സ്പീരിയൻസ്, പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബിസിനസ്സിൽ കടന്നു വരികയും ഒരു കഴിവും കപ്പാസിറ്റിയും ഇല്ലാത്ത ആളുകൾക്ക് സംസാരിക്കാൻ പോലും ഒരു കപ്പാസിറ്റി നൽകുന്ന ഒരു അവസരമാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് മോർണിംഗ് ക്ലബ്ബ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളിലൊക്കെ തന്നെ എല്ലാ ആളുകളിലുള്ള മാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ മാറ്റമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാവരിലും ഒരുപാട് മാറ്റങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ പേര് അറിയാത്തവർക്ക് പറയാണ്, സിറാജ് ആണ്. പന്നൂരാണ് എന്റെ ഉദ്ദേശം. ഈ ഒരു മേഖലയിലേക്ക്, ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ബേക്കറി എന്ന് പറയുന്ന ബേക്കറിയിലായിരുന്നു ഒരു 9 വർഷം 10 വർഷമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മേഖലയിൽ നിന്ന് ഒരു പക്ഷേ ബന്ധങ്ങളില്ലാതെ, എക്സ്പീരിയൻസ് ഇല്ലാതെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കണമെന്നോ ചിന്തിച്ചുകൊണ്ടല്ല എന്ത് ചെയ്തിട്ടുള്ളത് വന്നത് എന്നുള്ളതാണ്. ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു സാഹചര്യത്തിൽ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവും. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് ഉള്ള സമയത്ത് നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഉപയോഗിച്ച റിസൾട്ട് നമ്മൾ ഒരു പക്ഷേ മറ്റുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാനും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. നേരത്തെ ചിരുത്തോടെ പറഞ്ഞു, ഒരു വുമൺ കമ്പാനി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വൈഫ് ഉപയോഗിച്ചതിന്റെ ഒരു റിസൾട്ട്, ആ ഒരു റിസൾട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബിസിനസ്സിൽ ഈ രീതിയിൽ ഇന്നിപ്പോ കമ്പനിയുടെ റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിൽ നിൽക്കാനും ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു അവസരം എത്തിക്കാനും ഒരുപാട് ആളുകളിലേക്ക് വരുമാനങ്ങൾ എത്തിക്കാനും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത് സാധിച്ചത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ തൊഴിൽ കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിന് വരുന്ന സമയത്ത് ഒന്നും അറിയാതെ, എങ്ങനെയാണ് ബിസിനസ് ചെയ്യണം എന്നറിയാതെ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം എന്ന് ചിന്തിക്കാതെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് കൊണ്ട് വന്ന് ഒരു വർഷം വരെ വളരെ പാർട്ട് ടൈം ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ബേക്കറിയിൽ നിന്നുകൊണ്ട് ചെറിയ രീതിയിൽ ആളുകൾക്ക് പേസ്റ്റും സോപ്പും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. ആ കൊടുത്ത സമയത്ത് ഉണ്ടായ റിസൾട്ട്, ആളുകൾ വീണ്ടും ഉൽപ്പന്നങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഏറ്റവും നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, റീപർച്ചേസിങ് നടക്കുന്ന പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ്. ആളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന, അല്ലെ റീപർച്ചേസിങ് നടക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും. അതുകൊണ്ട് തന്നെ കൊടുത്ത സമയത്ത് വീണ്ടും ആളുകൾ ചോദിക്കാൻ തുടങ്ങിയ സമയത്താണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും കുറച്ച് പ്രൊഡക്റ്റ് സ്റ്റോക്ക് എടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ പാർട്ട് ടൈം ആയിട്ടാണ് ഒരു വർഷം വരെ എന്ത് ചെയ്തിട്ടുള്ളത് ചെയ്തെന്നുള്ളതാണ്. ചെറിയ രീതിയിൽ ആളുകളിലേക്ക് എത്തിച്ചു തുടങ്ങിയതാണ്. അങ്ങനെ ചെയ്ത സമയത്ത് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ചെയ്യുന്ന മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്, കൂലിയാണ്. ആ കൂലി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ 500 രൂപയോ അല്ലെങ്കിൽ 600 രൂപയോ അല്ലെങ്കിൽ ഒരു 800 1000 രൂപയോ ആണ് നമുക്ക് ചെയ്യുന്നത് ജോലിയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതൊരിക്കലും നമുക്ക് കൂട്ടാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കൂട്ടാൻ സാധിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഒരു ലീവറേജിങ് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ടൈം ലീവറേജിങ് നടക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, നമുക്കൊരു വരുമാനം കൂട്ടാൻ സാധിക്കാത്തത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, യൂസുഫ് അലി സാറും ഞാനും നിങ്ങളും എന്താണ് സെയിം ആണ് ജോലി എടുക്കുന്ന കാര്യത്തിൽ. 8 മണിക്കൂറോ 10 മണിക്കൂറോ മാത്രമേ എന്ത് ചെയ്യും നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും യൂസുഫ് അലി സാറ് ഇത്രയും വലിയ വളർച്ചയിലേക്കും
ഇത്രയും വലിയ കോടീശ്വരനായിട്ട് മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം ലീവറേജിങ് ആണ്. ഒരുപാട് ആളുകളുടെ സമയം ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മളൊരു 10 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന 10 പേരുണ്ടെങ്കിൽ നമുക്ക് 100 മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ? 100 മണിക്കൂർ ജോലി ചെയ്യുന്ന 10 മണിക്കൂർ ജോലി ചെയ്യുന്ന 100 പേരുണ്ടെങ്കിൽ 1000 മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട്. 1000 പേരുണ്ടെങ്കിൽ 1,00,000 മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ യൂസുഫ് അലിക്കും മുകേഷ് അംബാനിക്കും അല്ലെങ്കിൽ പിന്നെ മലബാർ അഹമ്മദ് കാക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ സമയമാണ് അവരെ ജോലിക്ക് നിയമിച്ചിട്ട് ആണ് എന്ത് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്താണ് വ്യത്യാസം, ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് എന്താ, 5000 മുതൽ 50,000 വരെ. ഇതാണ് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 5000 മുതൽ 50,000 വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ എന്തുള്ളൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികൾക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പല ആളുകളും ഈ ഒരു ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണാത്തതും അത് തന്നെയാണ്. കാരണം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലല്ലോ. ഈ രീതിയിലാണ് ആളുകൾ കാണുന്നത്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു 50 ലക്ഷം നമ്മൾ മുതൽ മുടക്കിയ ഒരു ബിസിനസ്സിലാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ചെയ്യേണ്ടത്, ചിന്ത വേണ്ടത്. ഒരു 50 ലക്ഷം നമ്മൾ മുടക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണില്ല. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, മുതൽ മുടക്കില്ല, ചെറിയൊരു പ്രൊഡക്റ്റേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ സമയത്തിന് നമ്മൾ ഇരട്ടിപ്പിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ രീതിയിൽ മാറാൻ സാധിക്കും. അപ്പൊ എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്താണ്, എത്ര വർഷമായി ഈ മേഖലയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് ചോദിച്ചു. എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചു. ആ സമയത്ത് ഒരു 8 വർഷം 9 വർഷം ആയിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു 10 വർഷം കൊണ്ട് എന്തെങ്കിലും മാറ്റിവെക്കാനോ അല്ലെ എന്തെങ്കിലും ഉണ്ടാക്കാനോ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കിടന്നുപോയാൽ നമുക്കൊരു വരുമാനം കിട്ടുമോ എന്ന് ചോദിച്ച സമയത്ത് ഒരുപാട് ചിന്തിക്കാൻ തയ്യാറായി. പക്ഷെ വീണ്ടും നമ്മൾ ഇതേപോണം ഒരു 10 വർഷമോ അല്ലെങ്കിൽ ഒരു 20 വർഷമോ അല്ലെങ്കിൽ 50 വർഷമോ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാകുക എന്ന് ചോദിച്ച സമയത്തുണ്ടായ ഒരു ചിന്ത, ആ ചിന്തയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫുൾ ടൈമിലേക്ക് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ എത്ര വർഷം ജോലി ചെയ്താലും അതൊരു 500 ഉള്ളത് ഒരു 600 അല്ലെങ്കിൽ ഒരു 650 രൂപ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഉണ്ടാക്കാൻ സാധിക്കൂ. അതിലപ്പുറം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ ഒറ്റക്കാണ് ജോലി ചെയ്യുന്നത്. അത് 10 മണിക്കൂറോ 12 മണിക്കൂറോ മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കൂ. കൂടാതെ നമ്മൾ ഒന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ 1 രൂപ പോലും നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ ലഭിക്കില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ നമുക്ക് ദിവസം 1000 രൂപയോ 2000 രൂപയോ കിട്ടുന്ന ജോലിയാണെങ്കിൽ പോലും കിടന്നു പോയാൽ എന്തില്ല, നമുക്ക് ആ മേഖലയിൽ നിന്ന് വരുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മേഖലയിൽ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാനുള്ള കാരണം എന്ന് പറയും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ വന്ന സമയത്തൊന്നും ഇത്രയും വലിയൊരു ബിസിനസ് ആണെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നൊന്നും ഒരിക്കലും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ് ബോധ്യപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡേഴ്സ് എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, സ്ഥിരമായിട്ട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം, കണക്ട് യുവർ ടീം വിത്ത് സിസ്റ്റം. ടീമിനെ നമ്മൾ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യണോ എന്നുള്ളത്. അപ്പൊ ടീമിനെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്താലുള്ള ഗുണം എന്താണ്, അപ്പൊ നമ്മള് സ്ഥിരമായിട്ടൊരു പ്രോഗ്രാമിന് പോകുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പൊ ഒരു 10 പേര് ബിസിനസ്സിലേക്ക്, നമ്മുടെ ബിസിനസ് പാർട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. ഒരിക്കലും നമ്മളെ ജോലിക്കാരോ അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മളെ കൂടെ മുതൽ മുടക്കില്ലാതെ നമ്മളെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ വന്ന ആളുകളെ നമ്മൾ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്, നമ്മളെ കൂടെയുള്ള ആളുകൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മളെ കൂടെ 10 പേര് വരുന്നുണ്ടാവും, അവസാനം വരുന്ന 10 പേര് വരുമ്പോഴേക്ക് ആദ്യത്തെ 10 പേര് നമ്മളെ കൂടെ ഉണ്ടാവില്ല. ഇങ്ങനെ എന്താണ് ആളുകൾ വരുന്നുണ്ടാവും, പക്ഷെ കൂടെ വരുന്ന ആളുകൾ ഒന്നും ഇതില്ല മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോകാനുള്ള കാരണം എന്താണ്, സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും, എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും, എവിടെ GTS ഉണ്ടെങ്കിലും അവിടേക്കൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ആളുകളെയും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ടീമിനെ നമുക്ക് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും പ്രോഗ്രാം എന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി കൂടെ വന്ന ആളുകളെ ചെറിയ രീതിയിൽ പഠിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മളെ കൂടെ വന്ന ആളുകളെ മനസ്സിലാക്കി കൊടുക്കാനും ഈ ഒരു ബിസിനസിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും ചെയ്ത സമയത്ത് ചെറിയ ചെറിയ വോളിയങ്ങൾ കയറി അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ആളുകളും ഈ ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, ഇടനിലക്കാരിലും പരസ്യക്കാരിലുമാണ് എന്ത് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 60% പോകുന്നത് നമുക്ക് പറയാം. എല്ലാ GTSലും നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഇടനിലക്കാരിലേക്കും പരസ്യക്കാരിലേക്കും പോകുന്ന ആ ഒരു 40 മുതൽ 60% നമ്മളിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് തരുന്നത്. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വലിയ ഉയർച്ചകളിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ വലിയ വലിയ റിസൾട്ട് വരുന്ന ലോകത്തിലെ ഒരേ ഒരു ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗ് മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ റിസൾട്ടുകൾ കിട്ടുന്ന എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിസ്റ്റ് മേക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും നമ്മളെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ 2 രീതിയിൽ നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കൂ. ഒന്ന്, നമുക്ക് ഫ്രണ്ട്സ് ടെക്നിക്കിൽ ലിസ്റ്റ് ഉണ്ടാക്കാം. എന്താണ് ഫ്രണ്ട്സ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ? ഫ്രണ്ട്സ് ടെക്നിക്കിൽ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ ടീമിൽ എല്ലാ കാറ്റഗറി ആളുകളും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ. ഇപ്പൊ പ്രായമുള്ള ഒരാളാണ് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ പ്രായമുള്ള കാറ്റഗറിയെ നമ്മളെ കൂടെ ഉണ്ടാവും. ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ ലേഡീസ് മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഫ്രണ്ട്സ് ടെക്നിക്കിൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചാൽ എന്താ അതിന്റെ ഗുണം? എല്ലാ കാറ്റഗറിയിലും എന്ത് ചെയ്യും? ഇപ്പൊ ഫ്രണ്ട്സ് എന്ന് പറയുന്ന വാക്കിന്റെ ഓരോ ലെറ്റർ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഫസ്റ്റിലത്തെ അക്ഷരം F ആണ്. അപ്പൊ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആളുകൾ ഒരു 30 പേരുടെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. രണ്ടാമത്തത് R ആണ്. R എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ്, ഒരു 30 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. മൂന്നാമത്തെ അക്ഷരം I ആണ്. I എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൂടെ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, ഒരു 30 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. അടുത്ത അക്ഷരം E ആണ്. E എന്ന് പറഞ്ഞാൽ എക്സ്പേർട്സ്, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടയർഡ് ആയ ഇൻഷുറൻസ് മേഖലയിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയ ആളുകൾ, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ സെലക്ട് ചെയ്തിട്ട് ഒരു 30 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. അടുത്ത N എന്ന് പറഞ്ഞാൽ നൈബേഴ്സ് ആണ്. ഒരു 30 പേരുടെ ലിസ്റ്റ് നൈബേഴ്സിൽ ഉണ്ടാക്കുക. അടുത്തത് D ആണ്. D എന്ന് പറഞ്ഞാൽ ഡ്രീമേഴ്സ്, സ്വപ്നമുള്ള ആളുകൾ, അതായത് യൂത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, യുവാക്കൾ. ഒരു 18 വയസ്സിന്റെ 25 വയസ്സിന്റെ ഇടയിലുള്ള ഒരു 30 പേര്. അടുത്തത് S ആണ്. S എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ്, അപരിചിതര്. നമ്മള് കല്യാണ വീട്ടിന്നോ അല്ലെങ്കിൽ മരണ വീട്ടിന്നോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിന്നോ ട്രെയിനിന്നോ ഒക്കെ പരിചയപ്പെടുന്ന ആള്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് സ്ട്രേഞ്ചേഴ്സ് ആയ ആളുകൾ നമുക്ക് എത്ര സെയിൽസ് തരും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപരിചിതര ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അപരിചിതരിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടേൺ ഓവർ കിട്ടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു പേഴ്സണൽ ലിസ്റ്റ് ഉണ്ടാക്കി. ഒരു 2 മാസമായിട്ടേ ഉള്ളൂ പേഴ്സണൽ ലിസ്റ്റ്. കാരണം എല്ലാവരോടും നമ്മൾ ടീമിൽ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മളും ലിസ്റ്റ് ഉണ്ടാക്കണ്ടേ. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് വെറുതെ ഇങ്ങനെ കോണ്ടാക്ട് എടുത്ത് ഫോണിൽ പരിശോധിച്ച് ഇങ്ങനെ എഴുതി പോയി. അതിലൊരു വ്യക്തി നസീറ എന്ന് പറയുന്ന, എവിടുന്ന് പരിചയപ്പെട്ടാണെന്ന് എനിക്ക് അറിയില്ല. എവിടുന്നോ ആരൊക്കെ കൂടെ വർക്കിന് പോയ സമയത്ത് എവിടുന്നോ പരിചയപ്പെട്ട സമയത്ത് സേവ് ചെയ്തതായിരിക്കും നമ്പർ. അപ്പൊ ഈ നമ്പറിൽ ഞാൻ ഒന്ന് വിളിച്ചു. കുറെ ആൾക്കാരെ ലിസ്റ്റ് എഴുതിയപ്പോ ഇങ്ങനെ നസീറ മലപ്പുറമാണ്. അപ്പൊ ഞാനിങ്ങനെ വിളിച്ച സമയത്ത് ആ വ്യക്തി, നസീറ എന്ന് പറഞ്ഞ വ്യക്തി, ഒരുപാട് കമ്പനികളിൽ പൈസ പോയിട്ട് നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ത് പറഞ്ഞാലും അങ്ങോട്ട് യേശൂല, കാരണം ഒരുപാട് പണം പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ പറ്റി പറഞ്ഞ എന്നോട് പറഞ്ഞ്, അങ്ങനത്തെ ഒരു കാര്യം എന്നോട് പറയണ്ട, ആരാ നിങ്ങൾക്ക് നമ്പർ തന്നത്, എന്തിനെന്നെ വിളിച്ചത്, ആര് പറഞ്ഞിട്ടാ വിളിച്ചത്, എന്റെ നമ്പർ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അധികമായിട്ടൊന്നും പറഞ്ഞില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ മയത്തിലൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് ആ സമയത്ത് ഞാൻ ഫോൺ വെച്ച് ഇനി വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ വീണ്ടും ഈ ഫോളോ അപ്പിന്റെ പ്രാധാന്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ വീണ്ടും ഞാൻ വിളിച്ച് അങ്ങനെ ഒരുപാട്, എന്റെ അഭിപ്രായത്തിൽ ഒരു മാസത്തിലൊക്കെ അധികം ചെയ്തിട്ടുണ്ട്, ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് അവസാനം എന്റെ സൂര്യക്കേടോട് എന്ത് ചെയ്തു, ID അടിക്കാനുള്ള ഡീറ്റെയിൽസ് അയച്ചു തന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞെന്താ,
ഞാനൊന്നും ചെയ്യൂല, അങ്ങനെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇത് തന്നിട്ടുള്ളത്, വേറെ നിന്നോട് പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഡീറ്റെയിൽസ് ഒന്നൊക്കെ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഐഡിയ അടിച്ചു. ഐഡിയ അടിച്ചതിന് ശേഷം പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം ഒന്നുകൂടി വിളിച്ചു. പേടിയുണ്ട് വിളിക്കാൻ, എന്നാലും ഒന്നും കൂടി വിളിച്ചു. വിളിച്ച് ഞാൻ പറഞ്ഞു, മാഡം നിങ്ങളൊന്നും ചെയ്യണ്ട, എനിക്ക് കുറച്ച് കോണ്ടാക്ട് തന്നാ മതി, ചെറിയ 1-2 കോണ്ടാക്ട് തന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ 1-2 ആൾക്കാരെ പേര് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അങ്ങനെ അവളെ കൂടെ നേരത്തെ അവള് ചെയ്ത ബിസിനസ്സിലെ കൂടെ അവളെ കൂടെ ചെയ്തിട്ടുള്ള 1-2 ആൾക്കാരെ നമ്പറേക്ക് തന്നു. ആ നമ്പറിൽ ഞാൻ വിളിച്ച സമയത്തും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് അവരെന്നോടും പറയുന്നത്. അതിലൊരു ലേഡി ഉണ്ട്. ലേഡിനോട് ഞാൻ അവസാനം പറഞ്ഞു, മാഡം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്താണ് ജോലി ചെയ്യുന്നത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ തൊഴിലുറപ്പിലാണെന്ന് പറഞ്ഞു. അപ്പൊ തൊഴിലുറപ്പിലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മാഡം വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട, തൊഴിലുറപ്പിലേക്ക് ഒരു ക്ലാസ് വെച്ച് തന്നൂടെ, വേറൊന്നും നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരുന്ന പിന്നെ ഒരു ബുധനാഴ്ച വന്നാല് തൊഴിലുറപ്പിൽ നിങ്ങൾക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ തൊഴിലുറപ്പ് പോയിട്ട് സംസാരിച്ച് ഞാൻ ഇവിടുന്ന് ചെയ്തു, എന്റെ ബാഗിൽ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് പോയി. അവിടെ പോയിട്ട് തൊഴിലുറപ്പിൽ ക്ലാസ് എടുത്തു, ആരോഗ്യ ഹെൽത്ത് സെമിനാർ എടുത്ത് ഏതാണ്ട് ഒരു 5500 രൂപന്റെ പ്രൊഡക്റ്റ് അവിടെ ചെലവായി. ആ സമയത്ത് എന്താ സംഭവിച്ചെന്ന് അറിയോ? അവിടെ ഈ പറഞ്ഞ ലേഡിക്ക് ഭയങ്കര പോസിറ്റീവ് ആകുകയും ഇങ്ങനെ പ്രൊഡക്റ്റ് ഒക്കെ ചെലവാകുമെങ്കിൽ ഇതൊരു ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് അവൾ എന്റെ കൂടെ ഐഡിയ അടിച്ച്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് വെറും 2 മാസം കൊണ്ട് 3.5 ലക്ഷം രൂപന്റെ സെയിൽസ് നടന്ന് വന്നത് എന്നുള്ളതാണ്. 2 മാസം കൊണ്ട് 3.5 ലക്ഷം രൂപയുടെ സെയിൽസ് ആണെന്ന് വന്നത് എന്നുള്ളതാണ്. ഇതെന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ടീമിലൂടെ ഉള്ളതല്ല. ഇത് എങ്ങനെ കിട്ടിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ലിസ്റ്റ് ഉണ്ടാക്കി പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു പ്ലാനിങ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ലിസ്റ്റ് മേക്കിങ്ങിന്റെ ഒരു പ്രാധാന്യം ഞാൻ പറയുന്ന സമയത്ത് പറഞ്ഞതാണ്. ലിസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഫ്രണ്ട്സ് ടെക്നിക്കിൽ പോയി 30 ആൾക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കി 210 ആളെ ലിസ്റ്റ് ഉണ്ടാവും. 30 ആൾക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പൊ എല്ലാ കാറ്റഗറി ആളുകളും ഉണ്ടാവും. അപ്പൊ 30 ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് 210 ആളെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു 25 പേരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. എങ്ങനെയാ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്? മാൻ കാറ്റഗറിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. മാൻ, MAN, ഇതാണ് മാൻ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരാളെ പേര് എഴുതി ആ വ്യക്തിയെ എങ്ങനെയാണ് മാൻ കാറ്റഗറി ആയിട്ട് തിരിക്കുക? M എന്ന് പറഞ്ഞാൽ മണിയാണ്, പണം. അപ്പൊ നമ്മൾ ബിസിനസ് കൊടുത്തു, പ്ലാൻ കൊടുത്തു, പ്രസന്റേഷൻ ഒക്കെ കൊടുത്ത് അവർക്ക് ബിസിനസ് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ ആ വ്യക്തിയുടെ കയ്യിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ID രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു 5000 രൂപ എടുക്കാനില്ലാത്തൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നിന്ന് ഒരു 5000 രൂപ അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത വ്യക്തിയാണ്, വായ്പ പോലും കിട്ടില്ല. ഇങ്ങനത്തെ വ്യക്തിയെ നമ്മൾ മാൻ കാറ്റഗറിയിൽ ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, എഴുതണ്ട. രണ്ടാമത്തത് എന്താണ്? A ആണ്. A എന്ന് പറഞ്ഞാൽ അതോറിറ്റി, തീരുമാനം എടുക്കാൻ പറ്റാത്ത ആൾക്കാർ. അപ്പൊ നമ്മളൊരു ലേഡിനോട് ബിസിനസ് പറഞ്ഞു, ലേഡിക്ക് ഭയങ്കരമായിട്ട് ബിസിനസ് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല. അപ്പൊ അവിടെ എന്തില്ല, അതോറിറ്റി ഇല്ല. അല്ലെങ്കിൽ ആണുങ്ങൾ ജെൻസിനോട് പറഞ്ഞു, അവർക്ക് ഭയങ്കരമായിട്ട് ബോധ്യപ്പെട്ടു, പക്ഷെ അദ്ദേഹത്തിന്റെ വൈഫ് സമ്മതിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ അതോറിറ്റി ഇല്ല. അടുത്ത എന്താണ്? N ആണ്. എന്ന് പറഞ്ഞാൽ നീഡ്സ്, ആവശ്യക്കാരായിരിക്കണം. ഒരു അഡീഷണൽ വരുമാനം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ഇതാണ് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മാൻ ടെക്നിക്കിൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ടീമിനെ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം എന്താണ്? ഹൗസ് മീറ്റിംഗ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ഹൗസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 67% റിസൾട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്നത് ഹൗസ് മീറ്റിംഗിലൂടെ എന്നാണ് പറയുന്നത്. 67% റിസൾട്ട്. അപ്പം ബാക്കി 33% ബാക്കി എല്ലാം ഉള്ളത്. ഇപ്പൊ ഈ 67% റിസൾട്ടുകൾ ചെയ്താൽ പോരെ? നമ്മുടെ കൂടെയും നമ്മുടെ കൂടെയും ജോയിൻ ചെയ്ത ആളുകളുടെ വീട്ടിലൊക്കെ ഹൗസ് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ വർക്ക് തുരിതുരാ വരും. സ്റ്റോപ്പില്ലാത്ത രീതിയിൽ വർക്ക് ഉണ്ടാവും, ഡ്യൂപ്ലിക്കേഷൻ നടക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു ഹൗസ് മീറ്റിംഗിൽ ഒരു 10 പേരെ ക്ഷണിച്ച് 10 പേരെ ഹൗസ് മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഒരു മിനിമം 2 പേര് അവിടുന്ന് ജോയിൻ ചെയ്യും. ഈ ജോയിൻ ചെയ്ത വ്യക്തി
ആ വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്ത് ആ വ്യക്തിനെ കൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിച്ചാൽ ആ വ്യക്തിന്റെ വീട്ടിൽ ഒരു ഹൗസ് മീറ്റിംഗ് നടത്തിയാൽ അവിടുന്ന് ഒരു പക്ഷേ ഒരു 2 പേര് ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്ത വീട്ടിൽ നിന്ന് തന്നെ ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിലുള്ള വർക്കുകളും ഹൗസ് മീറ്റിങ്ങുകളും വന്നുകൊണ്ടേയിരിക്കും. ഈ വർക്കിന്റെ റിസൾട്ടുകളും അതിന്റെ പിറകെ വരികയും ചെയ്യും. അപ്പൊ ഹൗസ് മീറ്റിങ്ങിന് അത്രയും വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത എന്താണ്? നമ്മൾ ഇൻവിറ്റേഷൻ ആണ്. ഹൗസ് മീറ്റിംഗിലാണെങ്കിലും GTSിലേക്കാണെങ്കിലും പ്രോഗ്രാം സെന്ററിലേക്കാണെങ്കിലും ഒക്കെ നമ്മൾ ഇൻവിറ്റേഷൻ ആണ് എന്ത് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ നമ്മളൊക്കെ പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അറിയാം, എല്ലാ ലീഡേഴ്സിനും അത് അറിയാം. കാരണം അവരിത് പഠിച്ചിട്ടാണ് എന്ത് ചെയ്ത് അവിടെ എത്തിയിട്ടുള്ളത്. പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ മീറ്റിംഗ് സെന്ററിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസിന്റെ പ്ലാൻ ഒരാളെ കേൾപ്പിക്കണമെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മളെ പ്രൊഡക്റ്റ് എന്നോ മൈ ലൈഫ് എന്നോ കമ്പനിന്നോ ആയുഷ് എന്നോ ഇതൊന്നും അഭിസംബോധന ചെയ്യാൻ പാടില്ല. അവിടെ നമ്മളിപ്പോ ഒരു സുഹൃത്താണെങ്കിൽ ആ സുഹൃത്തിനോട് നമ്മൾ ഈ അവസരം പറയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എടാ, ഈ നാളെ വീട്ടിലുണ്ടാവുമോ? എനിക്ക് എന്നെ നേരിട്ടൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അദ്ദേഹം എന്താണെന്ന് നമ്മളോട് ചോദിച്ചാലും നമ്മൾ അറിയാതെ എന്ത് പറയരുത്? ഇങ്ങനൊരു കമ്പനി ഉണ്ട്, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാനെന്ന് പറയരുത്. എടാ, അത് നേരിട്ട് പറയേണ്ട കാര്യമാണ്. ഞാൻ നാളെ അങ്ങോട്ട് വരാം. ഫോണിലൂടെ പറഞ്ഞത് ശരിയാവില്ല, എനിക്ക് എന്നെ നേരിട്ട് കാണണം. എപ്പോഴാണ് നാളെ വീട്ടിലുണ്ടാകുക? രാവിലെ ഒരു 7 മണിക്ക് വന്നാൽ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്ത് വന്നാൽ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു വൈകുന്നേരം വന്നാൽ കാണാൻ പറ്റും? ഒരു 3 ഓപ്ഷൻ, 3 സമയത്തിന്റെ നമ്മൾ അങ്ങോട്ട് പറയണം. ആ സമയത്ത് അവർ ഏതെങ്കിലും ഒരു സമയം ഇങ്ങോട്ട് പറയും. ഒരിക്കലും കാര്യങ്ങളും പറയരുത്, കളവും പറയരുത്. നമ്മൾ കളവ് പറയുന്നില്ലല്ലോ, കാര്യവും പറയുന്നില്ല, കളവും പറയുന്നില്ല. നമ്മൾ വീട്ടിലേക്ക് നമ്മളൊരു ഹൗസ് മീറ്റിംഗ് നടത്തുകയാണെങ്കിലും നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എന്റെ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഞാൻ കൂടുതൽ ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല, ഒരു 10 പേരോടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നീ എന്തായാലും എന്റെ വീട്ടിലേക്ക് വരണം, നാളെ ഒരു 3 മണിക്കാണ്. അവിടെ എന്തില്ല? നമ്മള് ഹൗസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടില്ല, കമ്പനി പറഞ്ഞിട്ടില്ല, പ്രൊഡക്റ്റ് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ രീതിയിൽ ഒരു ഇൻവിറ്റേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹൗസ് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മീറ്റിംഗിലേക്ക് ആളുകൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇൻവിറ്റേഷൻ. ഇങ്ങനെയാണ് നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത് തുടക്കത്തിൽ ഈ ഒരു ബിസിനസ്. അതേപോലെ തന്നെ നമ്മൾ ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൂൾ കിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ, നിങ്ങളൊന്ന് നമ്മളുടെ അടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റും, ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്നതിന്റെ ടൂൾ ഇല്ലാതെ അവർ വരുമോ? ഒരു കൈക്കോട്ട് കൊത്തുന്ന ഒരാളാണെങ്കിൽ കൈക്കോട്ടില്ലാതെ നമ്മളെ വീട്ടിലേക്ക് വരുമോ കൊത്താൻ വിളിച്ചാല്? ഒരു തേപ്പിന്റെ പണിക്കാരനെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചാല് സാധനങ്ങൾ വാങ്ങിച്ചോളി, ഞാൻ ഇതാ അങ്ങോട്ട് വരികയാണെന്ന് പറയല്ല. അവര് തേപ്പിന്റെ പലകയും അതിന്റെ എല്ലാ സാധനങ്ങളും കൊണ്ടാണ് അവർ വരിക. അത് വാർപ്പിന്റെ പണിക്കാരാണെങ്കിലും കരിങ്കല്ലിന്റെ പണിക്കാരാണെങ്കിലും അതിന്റെ ആമറും കാര്യങ്ങളൊക്കെ കൊണ്ടാ വരിക. ഇതേ പോണം നമ്മളൊരു ഫീൽഡിലേക്ക് വർക്കിന് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ടൂൾ കിറ്റ് ഉണ്ടാവണം. 1, നമ്മുടെ ബിസിനസ് ഫയൽ ഉണ്ടാവണം. 2, നമ്മുടെ ബ്രോഷർ ഉണ്ടാവണം. അപ്ലിക്കേഷൻ ഫോം ഉണ്ടാവണം. ഒരു ഫയൽ ഉണ്ടാവണം. അതേപോലെ തന്നെ നല്ലൊരു ബാഗ് വേണം. നല്ലൊരു ബാഗ്. ഒരിക്കലും നമ്മളെ ഈ കവറിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഒരു കവറിൽ ഒരു പ്രൊഫഷണലിസം ചെയ്യണം, ഫീൽ ചെയ്യണം. അപ്പൊ നല്ലൊരു ഡ്രസ് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും 1000 രൂപന്റെ അല്ലെ 2000 രൂപന്റെ ഡ്രസ്സ് അല്ല. നമ്മൾ ഇടുന്ന സാധാരണത്തെ ഡ്രസ്സ് ആണെങ്കിലും ആ ഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൊഫഷണലിസത്തിലേക്ക് കൊണ്ടുവരണം. ഒരു ഡ്രസ് കോഡ്. പുരുഷന്മാരാണെങ്കിലും ഇന്നൊക്കെ ചെയ്തിട്ട് നല്ലൊരു ടിപ്പിൽ എന്ത് ചെയ്യുക? ഡ്രസ്സിന്റെ വിലയല്ല എന്ത് ചെയ്യുന്നത് നിശ്ചയിക്കുന്നത്. എല്ലാവർക്കും തുടക്കത്തിലൊന്നും നല്ല വിലയുള്ള ഷർട്ടോ പാൻറ്റോ ഒന്നും വാങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിന്റെ ആ രീതിയിൽ എന്ത് ചെയ്യുക? ലേഡീസ് ആണെങ്കിലും നല്ല ചുരിദാറോ നല്ലൊരു രീതിയിൽ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക? ചില ആൾക്കാരൊക്കെ ഫർദയൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അത് തുടക്കത്തിൽ ഈ ഒരു ബിസിനസിന്റെ അതിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യുക? നമ്മളൊരു പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ഇത്തരത്തില് നമ്മൾ ചെയ്യുന്ന സമയത്ത് വലിയ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയ സമയത്ത്
പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോയ സമയത്ത് ആളുകൾ എന്ത് ചെയ്തു? പ്രൊഡക്റ്റുകൾ വീണ്ടും 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 ആവശ്യപ്പെടുകയും ഉൽപ്പന്നം എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് ഒന്ന് സീരിയസ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആരോട് പറഞ്ഞിട്ടും ആരും എന്ത് ചെയ്യുന്നില്ല, തുടക്കത്തിലൊന്നും നമ്മുടെ കൂടെ വരുന്നില്ല. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് എന്ത് ചെയ്യും? GTS പങ്കെടുക്കും. സ്ഥിരമായിട്ട് GTS പോകും. അത് ആളുണ്ടെങ്കിലും പോകും, ഇല്ലെങ്കിലും പോകും. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി. അപ്പൊ സ്ഥിരമായിട്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ശരിക്കും നിന്റെ വൈഫ് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ഒക്കെ. പക്ഷെ അന്ന് അവളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് നീ എന്തെങ്കിലും തകരാറുണ്ടോ, എന്താ ഇങ്ങനെ മീറ്റിങ്ങിന് ഇങ്ങനെ പോകുന്നു, നമ്മളെ കൂടെ ആരും ജോയിൻ ചെയ്യുന്നില്ല, മീറ്റിങ്ങിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോഴിക്കോട് നളന്തയിലൊക്കെ ഇങ്ങനെ പോയി ഇരുന്നിട്ടൊന്നും ആരും നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നില്ല. ഇത് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആ സമയത്തിനോട് വൈഫ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ബേക്കറിയിലെങ്ങാൻ പോയി നിന്നോളി, വെറുതെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു 600 രൂപയും കൂടി നഷ്ടപ്പെടുത്തണ്ട, ഇത് വെറുതെ ഇങ്ങനെ പോവാന്നല്ലാണ്ട് ഒരു കാര്യമില്ല അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയി ഞാനത് എന്ത് ചെയ്തു? വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രാധാന്യം പറയുന്നത്, സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങിയ സമയത്ത് ആണ് നമ്മളെ കൂടെ ഘട്ടമായിട്ട് ആളുകൾ കടന്നു വരാൻ തുടങ്ങിയത്. ഇന്ന് ഇവിടുന്ന് തുടങ്ങിയ ബിസിനസ്, അല്ലെങ്കിൽ ബേക്കറിയും വീടും മാത്രം ബന്ധമുള്ള മറ്റൊരു സ്ഥലത്തും ഒരാളുകൾ പോയിട്ടും ഒരു പരിചയവും അല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത, ഇന്ന് ഏതാണ്ട് തിരുവനന്തപുരം, കാസർഗോഡ്, വയനാട്, മലപ്പുറം, ഗോവ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തു? ഈ ബിസിനസിന്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ ചെറിയ സെയിൽസുകളാണ് നിന്റെ റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്ക്. ഏതാണ്ട് 2.5 കോടിക്ക് അടുത്ത് എന്ത് ചെയ്തു? കച്ചവടം നടന്നു കഴിഞ്ഞു. ഇതൊക്കെ എന്താണ്? ഈ ഒരു പേസ്റ്റും ഒരു ഹെയർ ഓയിലും ഒരു ഷാമ്പും ഇങ്ങനെയുള്ള ആളുകൾ വാങ്ങുകയും വിൽക്കുകയും പല ജില്ലയിലും നടക്കാൻ തുടങ്ങിയ സമയത്താണ് ഈ ഒരു ബിസിനസ് വോളിയം കയറിയിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ നടക്കുന്നത് ഈ ഒരു തരത്തിലുള്ള ലിസ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ രീതിയിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോയി ചെയ്ത സമയത്ത് നമ്മളെ കളിയാക്കാനും അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനും ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഫാമിലിയിലും നമ്മുടെ അയൽവാസികളിലും ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും. ചില ആൾക്കാർ ഞാൻ പറയുമ്പോൾ പറയും, ചില ആൾക്കാർ പറയുന്നത്, സാറേ ഇത് ഇവിടൊന്നും, അത് നിങ്ങൾ അങ്ങോട്ടൊക്കെ പറ്റും, ഇവിടേക്കൊന്നും ഇത് ശരിയാവൂല, എല്ലായിടത്തും കണക്കാം. തുടക്കത്തില് നിങ്ങൾ അങ്ങോട്ടൊക്കെ അത് പറ്റുള്ളൂ, നമ്മളങ്ങോട്ട് അങ്ങനത്തെ ആൾക്കാരല്ല, നമ്മളെ ഏരിയയിൽക്കൊന്നും അത് പറ്റൂല, അതൊന്നും ആരും വാങ്ങിയില്ല, ആരും എല്ലാ ഏരിയയിലും കണക്കാം. തുടങ്ങുന്ന സമയത്ത് ഏരിയ ഏതാണെങ്കിലും കണക്കാം, പക്ഷെ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്, അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ആ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ തുടക്കത്തിൽ പറയുന്ന സമയത്ത് ആളുകൾ നെഗറ്റീവ് അടിപ്പിക്കും, അല്ലെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങളും നമ്മളോട് എന്ത് ചെയ്യും? പറയും. ചില ആൾക്കാർ നമ്മളോട് പറയും, ഞാനൊക്കെ എത്രയോ കണ്ടതാണ്. ചില ആൾക്കാർ പറയും, ഞാൻ മൈ ലൈഫ് ചെയ്തതാണ്, 3 കൊല്ലമൊക്കെ ചെയ്ത് ഡിക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ടോ. അവരെന്താ ചെയ്തെന്നുള്ളത് അവർ പറയില്ല. അവർ ചെയ്ത കാര്യം അവർ പറയും. മൈ ലൈഫ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നേ പറയും. അവര് ചിലപ്പോൾ പ്രൊഡക്റ്റ് എടുത്ത് കട്ടിലിന്റെ ചോട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല. വെറുതെ ഞാനും ബിസിനസ്സിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബിസിനസ്സിലുണ്ട് എന്നുള്ള ഐഡിയ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നും ചെയ്യാതെ ഒന്നും കിട്ടുന്ന ഒരു മേഖലയല്ല MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ കാര്യത്തിലൂടെ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോ മാസം 1 ലക്ഷം വരുമാനം വേണം. ഒരു മാസം നമുക്ക് 1 ലക്ഷം രൂപ വരുമാനം വേണം. ഈ 1 ലക്ഷം വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ അതിന് ആപ്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കണ്ടേ. 1 ലക്ഷം വരുമാനം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 1 ലക്ഷം വരുമാനത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പലർക്കും എന്താണ്, ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് പിറ്റേന്ന് തന്നെ പൈസ കിട്ടണം, പിറ്റേന്ന് തന്നെ പൈസ കിട്ടാൻ തുടങ്ങണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട പണി ചെയ്താലേ എന്ത് ചെയ്യും? നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും 10 ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഒരു മാസം 1 ലക്ഷം വരുമാനത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണ്. 2,10,000 ഒന്നും പിന്നെ 1 ലക്ഷം വരുമാനം കിട്ടിയാൽ പിന്നെ പണി പഠിപ്പിക്കണ്ടല്ലോ. 1 ലക്ഷം വരുമാനം വാങ്ങുന്ന ആളുകൾക്ക് 2,10,000 പണി അറിയാലോ, നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ നമ്മളിവിടെ 1 ലക്ഷം വരുമാനം ഉണ്ടാക്കാനാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്കൊരു ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ മിഷൻ 1 lakh എന്ന് പറഞ്ഞ പ്രൊജക്റ്റും 1 lakh വരുമാനത്തിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോ ഈ 1 ലക്ഷം വരുമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ. ചെറിയൊരു കഥ പറയുകയാണെങ്കിൽ,
രണ്ട് സുഹൃത്തുക്കള് പിന്നെ ഒരു ഓഫീസിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ജോലിയിൽ നിന്ന് എന്താണ് ഒരുപാട് സ്റ്റാഫ് അധികമായി, അവിടെ ജോലിയൊക്കെ കുറഞ്ഞ സമയത്ത്, ബിസിനസ് ഒക്കെ കുറഞ്ഞ സമയത്ത് രണ്ട് സ്റ്റാഫിനെ പിരിച്ചുവിട്ടു. അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ നടന്നു വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഒരു വ്യക്തി പറയാണ്, ഇനി എനിക്ക് ജോലിയൊന്നും കിട്ടില്ല, ഞാനിപ്പോ എന്റെ വീട്ടിലേക്ക് പോവാണ്. ഇത്രയും വലിയ കമ്പനിയിൽ നിന്ന് നമ്മളെ പിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി എവിടുന്ന് ജോലി കിട്ടാനാണ്, ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണെന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ സുഹൃത്ത് പറഞ്ഞു, ഞാൻ എന്തായാലും ഇനി വീട്ടിലേക്കില്ല, എനിക്കിനി ജോലി കിട്ടിയാൽ മാത്രമേ ഞാൻ ഇതുള്ളൂ വീട്ടിലേക്കുള്ളൂ, ഞാൻ എന്റെ ജോലിയും അന്വേഷിച്ചു പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങി, ഒരുപാട് ഓഫീസുകളിൽ കയറി ഇറങ്ങി, ഇങ്ങനെ എല്ലാ സ്ഥലത്തും എന്താണ് റിജക്ഷനാണ്. എനിക്ക് ഇവിടെ ജോലിയില്ല, അല്ലെ സ്റ്റാഫ് അധികമാണ്, അല്ലെങ്കിൽ ശമ്പളം തരാനില്ല, ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും 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 അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന്, ഒരു ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇപ്പം ഓൾറെഡി ഇവിടെ സ്റ്റാഫ് ഒക്കെ ഉണ്ട്, അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം, പക്ഷെ സാലറി ഒന്നും ഇപ്പൊ തരാനുണ്ടാവില്ല, നമുക്ക് നോക്കാം, പക്ഷെ ഇപ്പം സാലറി ഒന്നും തരാനുണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സമ്മതിച്ചു, എന്തായാലും ഞാൻ നാളെ തൊട്ട് വരാം, സാലറി ഇപ്പം വേണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പിറ്റേ തൊട്ട് ജോലിക്ക് കയറി. അങ്ങനെ സ്ഥിരമായിട്ട് അദ്ദേഹം വരാൻ തുടങ്ങി. അവിടുത്തെ സ്റ്റാഫ് ഒക്കെ വരുന്നതിന്റെ മുന്നേ, സാലറി കിട്ടുന്ന സ്റ്റാഫ് വരുന്നതിനെക്കാട്ടി നേരത്തെ അദ്ദേഹം വരാൻ തുടങ്ങി. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ സ്റ്റാഫ് ഒക്കെ പോയിട്ട് വൈകുന്നേരം എല്ലാ സ്റ്റാഫും പോയതിനു ശേഷമാണ് അദ്ദേഹം ജോലി കഴിഞ്ഞ് പോകുന്നത്. എന്തിന്, ഒരു സാലറിയും അദ്ദേഹത്തിനില്ല. ആ ബിസിനസ്സിനോട്, ആ അദ്ദേഹം ചെയ്യുന്ന ജോലിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അദ്ദേഹം എന്ത് ചെയ്തു, ഇന്നില്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് അത് റെഡി ആവും എന്നറിയാം. നമ്മൾ ചിന്തിക്കുന്നത് വരുമാനം പെട്ടെന്ന് കിട്ടണമെന്നല്ലേ. അദ്ദേഹം വരുമാനം അല്ല ആഗ്രഹിച്ചത്, അദ്ദേഹം ജോലി സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങി, അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് വരും എന്നറിയായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിനെക്കാട്ടി ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. ആ ഒരു മാനേജർ പോസ്റ്റിൽ, മാനേജർ പോയി കഴിഞ്ഞാൽ ആ മാനേജർ പോസ്റ്റിലേക്ക് വരേണ്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇദ്ദേഹം അവിടെ ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ. അങ്ങനെ സ്ഥിരമായിട്ട് അദ്ദേഹം സാലറി ഒന്നുമില്ലാതെ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി. എല്ലാ സ്റ്റാഫും വരുന്നതിന് മുന്നേ വരിക, എല്ലാ സ്റ്റാഫും പോയി കഴിഞ്ഞതിന് ശേഷം അവസാനം പോവുക. ഇങ്ങനെ ചെയ്ത സമയത്ത് ഒരു 5-6 മാസം കഴിഞ്ഞ സമയത്ത് അവിടുത്തെ 1 ലക്ഷം വരുമാനമുള്ള മാനേജർ, അവിടുത്തെ മെയിൻ ആള് എന്ത് ചെയ്തു, അവിടുന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോയി. ആ പോയ സമയത്ത് ആ ഒരു സ്ഥാനത്തേക്ക് ഈ വ്യക്തിനെ നിയമിച്ചു. ആ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും ഇദ്ദേഹത്തിന് അതിനോടുള്ള കമ്മിറ്റ്മെന്റും, അദ്ദേഹം ആത്മാർത്ഥമായിട്ട് സാലറി പോലും ഇല്ലാതെ, 1 രൂപ പോലും കിട്ടാത്ത സമയത്തും ഇദ്ദേഹം ഇത്രയും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സാലറി കൊടുത്താൽ എങ്ങനെ അദ്ദേഹം ബിസിനസ് ചെയ്യുമെന്ന് അവർ ചിന്തിച്ചു. ആ 1 ലക്ഷം വരുമാനമുള്ള ആ മാനേജർ പോസ്റ്റ് ഇദ്ദേഹത്തിന് കിട്ടി. എന്തായിരിക്കും അത് കിട്ടാനുള്ള കാരണം, അല്ലെങ്കിൽ ആർക്കാ കിട്ടേണ്ടത്? അതിനെക്കാട്ടും സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോ ഇത് എന്താണ്, നമ്മൾ ആദ്യം വരുമാനം ആഗ്രഹിക്കാതെ, ആദ്യം സാലറി ആഗ്രഹിക്കാതെ ജോലി ചെയ്തത് കൊണ്ടാണ്. ഇവിടെ നമ്മളും ചെയ്യേണ്ടത് എന്താണ്, ആദ്യം വരുമാനമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ആദ്യം നമ്മൾ വർക്കാണ് നമ്മൾ കാണിക്കേണ്ടത്. വർക്ക് എടുത്താൽ റിസൾട്ട് വരും, വർക്ക് എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് വരും എന്നുള്ളതാണ്. അയ്യൂബ് സാറേ, സമയം എന്താ? 6:40 ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ് കൂടെ, 10 മിനിറ്റ് വരെ സമയമുണ്ട് സാർ. അതെ അല്ലേ, ഓക്കെ. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു വരുമാനം ആഗ്രഹിക്കാതെ നമ്മൾ എപ്പോഴും നമ്മുടെ എൻ ഗ്രാഫ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. എൻ ഗ്രാഫ് എന്ന് പറയുന്ന ആ ഒരു സംഭവമുണ്ട്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അതിലൂടെ, ആ റൂട്ടിലൂടെ അത് ചിന്തിച്ചുകൊണ്ട് ജോലി എടുക്കുക. വരുമാനം ആര് തരും? വരുമാനം കമ്പനി തരും. റിസൾട്ടുകൾ കിട്ടിക്കോളും, പക്ഷെ നമ്മൾ ആദ്യം റിസൾട്ട് പ്രതീക്ഷിക്കരുതെന്ന് മാത്രം. തുടക്കത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4 R ആണ്. 4 R. ഒന്നാമത്തെ R എന്താണ്? റീറ്റെയിലിംഗ് ആണ്. റീറ്റെയിലിംഗ് ഏത് റാങ്കിലും നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് കാരണം ഒന്ന് മൊണോപ്പൊളി പ്രൊഡക്റ്റ് ആണ്, റീപർച്ചേസിംഗ് നടത്തുന്ന പ്രൊഡക്റ്റ് ആണ്, വാങ്ങിയ ആളുകൾ വീണ്ടും 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 വാങ്ങുന്ന ഉൽപ്പന്നമാണ്. റീറ്റെയിൽ പ്രോഫിറ്റും ഉണ്ട്, നല്ല റീറ്റെയിൽ പ്രോഫിറ്റും ഉണ്ട്. നമ്മൾ ഒരുപാട് കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളെ പ്രൊഡക്റ്റിന് നല്ല റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്.
കാരണം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റും അല്ലേ, ബ്രാൻഡ് പ്രൊഡക്റ്റ് അല്ലേ, റീറ്റെയിൽ പ്രോഫിറ്റും നമുക്ക് നന്നായിട്ടുണ്ട്. അപ്പൊ റീറ്റെയിലിങ്ങിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുക. റീറ്റെയിലിംഗ് നന്നായിട്ട് ചെയ്താൽ മാത്രമേ റീപർച്ചേസ് ചെയ്യാൻ സാധിക്കൂ. രണ്ടാമത്തെ ആൾ റീപർച്ചേസ്. ചില ആളുകള് റീറ്റെയിലിംഗ് ചെയ്യും, റീപർച്ചേസ് ചെയ്യൂല. റീറ്റെയിലിംഗ് ചെയ്യും, റീപർച്ചേസ് ചെയ്യൂല. ഒരു 50,000 രൂപന്റെ ഹോം ഷോപ്പ് എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ റീറ്റെയിലിംഗ് എങ്ങനെ ചെയ്യുന്നുണ്ടാവും, അവസാനം അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ടാവും, പൈസയും കാണൂല, പൈസയും ഉണ്ടാവില്ല, പ്രൊഡക്റ്റും ഉണ്ടാവില്ല. എന്നിട്ട് കുറ്റം ആർക്കാ? മൈലേജ് കമ്പനിക്ക് അല്ലെ ലീഡേഴ്സിന്. ബിസിനസ് ചെയ്തിട്ട് നഷ്ടമായി പോയി, ഞാൻ 50,000 ലോൺ എടുത്തതായാലും അതിക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ പ്രൊഡക്റ്റ് കയ്യിലുണ്ടാവില്ല, തീർന്നിട്ടുണ്ടാവും, പൈസയും തീർന്നിട്ടുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? എന്തായിരിക്കും അതിന്റെ കാരണം? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് MRP DP എന്നൊരു സംഭവമുണ്ട്. പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് അതിന്റെ ഒരു പ്രോഫിറ്റ്, ഇപ്പൊ ഒരു പേസ്റ്റ് ആണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ 143 രൂപ നമ്മളതല്ല, 51 രൂപ നമ്മളതാണ്. പലതും 143, 194 നമ്മൾ തന്നെ, പലർക്കും അങ്ങനെയാണ്. ഒരു പേസ്റ്റ് വിറ്റാൽ 194 വിറ്റ് കഴിഞ്ഞാൽ അതൊക്കെ നമ്മളതാണ്. എന്നിട്ട് അതെന്ത് ചെയ്യും? ഒന്നുകിൽ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങും, അല്ലെങ്കിൽ പുട്ടുമപ്പടം അടിക്കും, ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ നമ്മളൊരു ഹോം ഷോപ്പ് എടുത്ത് കച്ചവടം ചെയ്താൽ അവസാനം സംഭവിക്കുന്ന ഇതാണ്. എന്നാൽ ഒരു ബിസിനസ്സുകാര് ചെയ്യുന്നത് പോലെ ഒരു ബിസിനസ്സുകാരൻ എന്താ ചെയ്യുക? ഇപ്പൊ ഞാൻ ബേക്കറിയിൽ ജോലി ചെയ്താന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു തട്ടില് നമുക്ക് പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടാവും, ഒരു തട്ടില് മേരി ലൈറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാവും, ഒരു തട്ടില് 2020 ബിസ്ക്കറ്റ് ഉണ്ടാവും, ഒരു തട്ടിൽ 50-50 ഉണ്ടാവും. ഇപ്പൊ ഒരു തട്ടിൽ ഇപ്പൊ 50-50 തീർന്നാൽ 50-50 തീർന്നല്ലോ, ഇനി അത് എടുക്കണ്ടല്ലോ നല്ലല്ലോ ചിന്തിക്കുക. ആ തീർന്ന സാധനം വീണ്ടും കൊണ്ട് ഇയാളെ വാങ്ങി വെക്കും. ഇതാണ് സെയിൽസ്, കച്ചവടം എന്ന് പറഞ്ഞാൽ അതാണ്. ഓരോ തട്ടിലെ സാധനം തീർന്നപ്പോ നമ്മൾ സന്തോഷിക്കല്ല, അത് തീർന്നല്ലോ, ഇനി അത് കച്ചവടം ചെയ്യണ്ടല്ലോ. അപ്പൊ തീരുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യണം? 10 പേസ്റ്റ് തീർന്നാൽ 10 പേസ്റ്റ് അവിടെ ഉണ്ടാവണം. ആ 10 പേസ്റ്റിന്റെ 51 റുപ്യ വെച്ച് 510 റുപ്യ നമ്മളുള്ളൂ. ബാക്കി 1430 റുപ്യ ആ തട്ടിൽ ഉണ്ടാവണം. അതാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ കച്ചവടം ചെയ്യേണ്ടത്. പക്ഷെ പലരും ചെയ്യുന്നത് നേരത്തെ പറഞ്ഞോണം, പ്രൊഡക്റ്റ് വെക്കുന്നു, ലാഭം മുതലും എടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ നമ്മളെ വീട്ടില് ഒരു ചേമ്പുണ്ടാക്കി, ഒരു പറമ്പിൽ ചേമ്പുണ്ടാക്കിയിട്ട് ആ ഒരു പിറ്റേത്തെ വർഷം നമ്മൾ ചേമ്പ് പറിക്കുന്ന സമയത്ത് ആ ചേമ്പിന്റെ വിത്തും നമ്മൾ എടുക്കുകയാണ്, അത് നടാനുള്ള ആ തണ്ട എന്ന് പറയുന്ന സാധനവും നമ്മൾ എടുത്തു, അത് രണ്ടൊക്കെ കഴിച്ച്, ഒക്കെ നമ്മൾ കറി വെച്ച് കഴിച്ച്, ചേമ്പിന്റെ വിത്തും നമ്മൾ കഴിച്ച്, ആ തണ്ടയും നമ്മൾ കഴിച്ച്. പിറ്റേത്തെ വർഷത്തേക്ക് ചേമ്പ് എന്തുകൊണ്ടാണ് നമ്മൾ നടുക? അപ്പൊ നമ്മൾ വിത്ത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ, മറ്റേത് അവിടെ നടേണ്ട സാധനം, എന്നാലേ അടുത്ത വർഷം വേറെ ചേമ്പ് ഉണ്ടാവും. ഇതേ പോണമാണ് നമ്മൾ റീറ്റെയിൽ ചെയ്യേണ്ടത്. അപ്പൊ റീറ്റെയിലിംഗ് ചെയ്താൽ മാത്രമേ, അത് റീപർച്ചേസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യൂ, ഈ ബിസിനസ്സിൽ നമുക്ക് സ്റ്റെപ്പായിട്ട് വളരാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ ആൾ എന്താണ്? റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റീറ്റെയിലിംഗും റീപർച്ചേസിങ്ങും റിക്രൂട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. റീപർച്ചേസിങ് ചെയ്താലേ അല്ലെ റീറ്റെയിലിംഗ് ചെയ്താലേ റിക്രൂട്ട്മെന്റ് കിട്ടും. മൂന്നാമത്തെ ആൾ റിക്രൂട്ട്മെന്റ്. അപ്പൊ നമ്മൾ റീറ്റെയിലിംഗ് ചെയ്യുന്ന ആളുകളെ മെയിൻറ്റെയിൻ ചെയ്താൽ, ഫോളോ അപ്പ് ചെയ്താൽ, പ്രൊഡക്റ്റ് കൊടുത്ത ആളുകളെ ഫോളോ അപ്പ് ചെയ്താൽ അത് നമുക്ക് റിക്രൂട്ട്മെന്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഒരാൾക്ക് നമ്മൾ ഒരു പേസ്റ്റ് കൊടുത്താൽ ചില ആൾക്കാർ ചെയ്യുന്ന 51 റുപ്യ ലാഭവും വാങ്ങി ഓലാന്നു ആ ബൈക്ക് പിന്നെ ഓല് പോയിട്ടുണ്ടാവില്ല. ആ ബൈക്ക് വേറെ ഒരാൾ പോയിട്ട് എന്ത് ചെയ്യും? മുമ്പ് ഐഡിയ അടിച്ച് പോവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു പേസ്റ്റ് കൊടുത്താൽ അത് നമ്മളെ ഒരു പേസ്റ്റ് അല്ല എന്ന് ചിന്തിക്കണം. അത് 1 ലക്ഷം പേസ്റ്റും ചിലപ്പോ 50 ലക്ഷം പേസ്റ്റും ഒക്കെ അയക്കും ഒരു പേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ആ വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവണം. ഇന്നാൾക്ക് മുഹമ്മദ് ഒരു പേസ്റ്റ് കൊടുത്തു, അയാളെ ഫോൺ നമ്പർ, കസ്റ്റമർ ഡാറ്റ, ഇങ്ങനെ കൊടുത്ത ഓരോ ആളുടെയും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അവരെ ഫോളോ അപ്പ് ചെയ്താൽ എന്ത് ചെയ്യും? ആ കസ്റ്റമറെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറ്റാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്റെ ലീഡറുടെ ഒരു കസ്റ്റമറാണ് ഞാൻ. തുടക്കത്തിൽ വുമൺ കമ്പാനിയൻ വൈഫിന് വാങ്ങിക്കൊടുത്ത ഒരു കസ്റ്റമറാണ്.
ഒരു 300 ചില്ലാൻ റുപ്യ വുമൺ കമ്പാനിയെ ബിസിനസ് ചെയ്യാൻ വന്നല്ലോ ഞാൻ. വുമൺ കമ്പാനിയെ വാങ്ങിക്കൊടുത്ത സമയത്ത് എന്റെ ലീഡർ കസ്റ്റമറാ ഞാൻ. എന്നെ ഫോളോ അപ്പ് ചെയ്തത് കൊണ്ട് ഇന്ന് 2.5 കോടിന്റെ ബിസിനസ് മൂപ്പർക്ക് കിട്ടിയല്ലേ. ഇതാണ് ബിസിനസ്. അപ്പൊ കസ്റ്റമർ ആണ് ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നത്. അപ്പൊ കൊടുത്ത ആളുകളെ നമ്മൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമർ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കസ്റ്റമർ ഒക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ പറ്റും. അതാണ് റീറ്റെയിലിങ്ങും റിക്രൂട്ട്മെന്റും ആയിട്ടുള്ള കണക്റ്റഡ് എന്ന് പറഞ്ഞ സാധനം. അടുത്ത 4ാമത്തെ ആറാണ് റീടെൻഷൻ എന്ന് പറയുന്നത്. റീറ്റെയിനിങ്, നിലനിർത്തുക. ആളുകള് ബിസിനസ്സിലേക്ക് നമ്മളെ കൂടെ ചിലപ്പോൾ നമ്മളെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ 5000 രൂപ അല്ലെ 10,000 രൂപ എടുത്ത് തന്ന് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്, നിലനിർത്തുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞോണം എന്ത് ചെയ്യും, ആദ്യത്തെ വരുന്ന 10 ആള് പിന്നെ 10 ആള് വരുമ്പോൾ ആദ്യത്തെ 10 ആള് കൂടെ ഉണ്ടാവില്ല. അപ്പൊ ഇവരെ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പറായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യിപ്പിക്കുക, സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാൻ തന്നെയാണുള്ളത് ചെയ്യാനുള്ളത്. അപ്പൊ ഈ 4-6 നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. സമയം ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. 4-6 റീറ്റെയിലിംഗ്, റീപർച്ചേസ്, റിക്രൂട്ട്മെന്റ്, റീടെൻഷൻ. ഈ 4-6 നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ ഏറ്റെടുത്ത് മുന്നോട്ട് ചെയ്ത് വളരെ സീരിയസ് ആയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇനി എന്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വർഷം കൊണ്ട് നാഷണൽ ടീം കോർഡിനേറ്റർ ആവുക എന്നുള്ളതാണ്. NTC എന്ന് പറഞ്ഞ റാങ്ക് ഈ ഒരു വർഷം കൊണ്ട് ആകുക എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ ടാർഗറ്റ്. അത് ടീം എന്ത് ചെയ്തു എന്നുള്ളത് എന്റെ വിഷയമല്ല, പേഴ്സണൽ ടാർഗറ്റ്. ഇങ്ങനെ ഒരു ടാർഗറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് ഉണ്ടാവേണ്ടത്. എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ടർ ലീഡർ എന്നുള്ള കണക്കൊന്നുമില്ല. പേഴ്സണൽ ടാർഗറ്റിന് എല്ലാവർക്കും പേഴ്സണൽ ടാർഗറ്റ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഒരു വലിയ ഉയർച്ചകളിലേക്കും വലിയ ലക്ഷ്യങ്ങളിലേക്കും നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും അതിന് സാധിക്കട്ടെ. എന്റെ വൈഫിനൊക്കെ പക്ഷെ എല്ലാവർക്കും അറിയാലോ, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത്, ഫാമിലി ബിസിനസ്സാണ്. അപ്പൊ ശരിക്കും നമ്മള് ഹസ്ബൻഡ്, ഇപ്പൊ ലേഡീസ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഹസ്ബൻഡ് ഈ ബിസിനസ് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കേൾപ്പിക്കണം. ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ടോ നല്ല സുഖ ബിസിനസ് ചെയ്യാൻ. ഇനിയിപ്പം പുരുഷന്മാരാരെങ്കിലും ഇത് ചെയ്ത് വൈഫിന്റെ അല്ലെ വീട്ടിലെ സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണം, മീറ്റിങ്ങിനൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിട്ടൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഫാമിലി ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇത്. അപ്പൊ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഇപ്പോ അയ്യൂബ് സാറൊക്കെ എന്താണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ലീഡറാണ്. ഒരുപാട് ടീമിനെ എന്താണ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്, സീലിംഗ് അച്ചീവർ ആണ്. അതുപോലെ ഒരുപാട് എന്താണ് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അയ്യൂബ് സാറ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ ആളുകൾക്കും വലിയ മാറ്റങ്ങളും വലിയ വളർച്ച ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ക്ലബ്ബിൽ ഞാൻ വിടവാങ്ങാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു.